പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 5 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്.
സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ ഞാൻ കണ്ടുമുട്ടി. അങ്ങയുടെ കയ്യിൽ, പാവപ്പെട്ടവനാടാ, അങ്ങയുടെ കയ്യിൽ കുറേ ആധാരങ്ങൾ ഇരിപ്പുണ്ട്, എല്ലാം ജപ്തിയായിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എന്തോ എന്നോട് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ അയാളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തോ സംസാരിക്കാണ്ടൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ അയാളെ പക്ഷേ സംസാരിച്ച് കേട്ടപ്പോൾ ഞാൻ അത്ര എനിക്ക് ഒരു ഹാപ്പി അല്ലായിരുന്നു. ഞാൻ പുള്ളി പറഞ്ഞ ഇതാണ്, എന്നോട് ചോദിച്ചതെന്ന്, അച്ഛാ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഇൻക്ലിനേഷൻ, ഈ മനുഷ്യനെ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി എന്തോ ചോദിച്ച പോലെ തോന്നിയ കാരണം റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ആ കുറവ് ഉൾപ്പെടെ ഇങ്ങനെ ഓരോ കുറവുകളും എടുത്ത് ഇപ്പം നമ്മൾ ഹിറ്റൊന്നും സാരമില്ലേ, ഹിറ്റ് അത് ഈ പാറ്റയിലേക്ക് അടിക്കണ സാരമില്ലേ, അപ്പം ഇങ്ങനെ കൊമ്പും കോലൊക്കെ വെച്ചിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ അത് അടിക്കുമ്പോൾ പാറ്റയും ചാകും, അതിൻ്റെ അടി പല്ലി ഉണ്ടെങ്കിൽ പല്ലിയും ചാകും, വേറെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തു പോകും. അപ്പോൾ പല്ലിക്ക് ഒരു ഹിറ്റ് പോലെ ഒരു സ്പ്രേ, പാറ്റയ്ക്ക് വേറെ സ്പ്രേ, പഴുതാരയ്ക്ക് വേറെ സ്പ്രേ, അങ്ങനെയൊന്നുമില്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനെയും ഞാൻ പറഞ്ഞു, നിങ്ങൾ വൃത്തിമേനായിട്ട് ഉടമ്പടി ഒന്ന് ചെയ്യും. അപ്പോൾ എന്തിനും കുറവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പരിഹരിക്കും. അല്ല ഓരോ സാധനത്തിനും ഓരോ കുറവിന് ഓരോ സൊല്യൂഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞോ? നമ്മൾ ദൈവതിരുസന്നിധിയിൽ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യാൻ, അല്ലേ? അപ്പം തന്നെ നമ്മൾ ദൈവമായിട്ടാണ് ചെയ്യണത്. അത് അതർ പേഴ്സൺ ആരാണ്? ദൈവമാണ്. ഇപ്പം ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റാണ് ചെയ്യണത്. അല്ല നമ്മളിങ്ങനെ ദൈവത്തോട് തിരുസന്നിധിയിൽ കുദാശകൾ ഒന്നും എഗ്രിമെൻ്റ് അല്ല. അത് നമ്മുടെ വ്രതം നമ്മൾ എടുക്കണതാണ്. ഇപ്പം അനുസരണം എന്ന വ്രതം അത് നമ്മൾ എടുക്കണത്. അത് നമ്മൾ ഏകപക്ഷീയമായിട്ട് ആ വ്രതം എടുക്കുകയാണ്. നമ്മൾ വി ടേക്ക് ദാറ്റ് വൗസ്. ഉടമ്പടി എന്ന് പറഞ്ഞൊരു വൗസ് എടുക്കലല്ല ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അതായത് ചില അച്ഛന്മാരോടൊക്കെ നമ്മൾ പറയും, അച്ഛനെ ജോസഫിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛന്മാരാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഉടമ്പടിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉടമ്പടിയൊന്നുമല്ല. അപ്പോൾ നമ്മളൊക്കെ ഉടമ്പടിയിലല്ല അച്ഛാ എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞു, അത് നമ്മൾ അങ്ങോട്ട് എടുത്തതല്ലേ ഉടമ്പടി. അതിന് വൗസെന്നാണ് പറയണത്, വ്രതം, അനുസരണ എന്ന വ്രതം. ഈ ബൈബിളിലെ ഉടമ്പടി എന്ന് പറയുന്നത്, കൃപാസനം എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടിയാണ്. എന്ന് വെച്ചാൽ അത് ബൈലാറ്ററാണ്. വെച്ചാൽ അതായത് അതിൻ്റെ മുഴുവൻ അടിസ്ഥാനങ്ങൾ എവിടെ ഉള്ളത്? അതെല്ലാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഉടമ്പടി ജനത,
ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ്. ഉടമ്പടി ഫലകം നൽകിയതിന് ശേഷമാണ് ഉടമ്പടി ജീവിതം വരണത്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായ അതിൻ്റെ ഫോർമേഷനിലെ കൾമിനേഷനിലാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവൻ പറയണത് പോലെ ചെയ്യണം. അപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിന് ദൈവം ഇങ്ങോട്ട് തരുന്ന വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ ഇത് ബൈലാറ്ററലാണ്, ഉഭയകക്ഷിയാണ്. ദൈവം ഒരു കക്ഷിയാണ് അതിൻ്റെ അകത്ത്. അപ്പം തന്നെ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യും? അയ്യോ, ദൈവമായിട്ടാണല്ലോ നമ്മൾ ഒരു എഗ്രിമെൻറ്റിൽ വരാൻ പോണത്. അപ്പം ഞാൻ എബ്രഹാത്തെ പോലെ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നീയും പരിശുദ്ധനായിരിക്കണം. അപ്പം അതിൻ്റെ ആദ്യ പടി തന്നെ എന്താണ്? വിശുദ്ധീകരണമാണ്. ഉടമ്പടിയുടെ ആദ്യ പടി. വിശുദ്ധീകരിക്കാത്ത ആർക്കും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി ഉടമ്പടിയെക്കുറിച്ച് ബോധമുള്ള ആളാണെങ്കിൽ ആ വ്യക്തി സ്വയമായിട്ട് അപ്പം തന്നെ ആരും പറയാതെ, ഞങ്ങളാരും ഉപദേശിക്കാതെ നിർദ്ദേശിക്കാതെയും ആ വ്യക്തി സത്യസന്ധമായിട്ട് തന്നെ സുവിശേഷ വിഹിതമായിട്ട് ദൈവതിരുസന്നിധിയിൽ ഒരു കോമ്പറ്റൻ്റ് പാർട്ട്ണറാകും. ഉത്തരവാദിത്വമുള്ള ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് അവർ തന്നെ പ്രാർത്ഥിച്ചും വിശുദ്ധീകരിച്ചും ഒരുങ്ങിയായിരിക്കും വരണത്. അങ്ങനെ വരണ ആയിരങ്ങളുണ്ട് കൃപാസനത്തിലോട്ട്. ചുമ്മാ വായി നോക്കി വണ്ടിയൊക്കെ ആയിരുന്നുണ്ട് ആരെങ്കിലും വിളിച്ചെന്നും പറഞ്ഞിട്ട് കൂടെ വന്ന് എവിടെയും കുത്തിയിരുന്നിട്ടും എഴുതിയിടുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള അവതാരങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഇപ്പോൾ ഈ വ്യക്തി എന്താ എന്നോട് പറഞ്ഞത്, എനിക്ക് വല്ല കുറവുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഉടമ്പടി വെടിപ്പായിട്ടൊരു മനുഷ്യൻ ഒരു ഈക്വലൻ്റ് പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ പാർട്ട്ണർ, യോജിച്ച പങ്കാളിയായിട്ട് വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ കൃപാസനത്തിൽ വരണമെങ്കിൽ തന്നെ ദൈവം പാലിക്കാൻ തുടങ്ങും. എന്താ കാര്യം? നമ്മൾ പാലിക്കുമെന്നുള്ളതും ഉടമ്പടിയുടെ വൃത്തിയും മെനയുമുള്ള ഈക്വൽ പാർട്ട്ണർ ആകുമെന്നുള്ളത് ദൈവത്തിന് നേരത്തെ അറിയാതെ കൊണ്ട് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങൾ തുടങ്ങും. അതുകൊണ്ട് പല ആൾക്കാരും ഉടമ്പടി അപ്പോൾ ഈ മനുഷ്യൻ കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചതെന്നറിയാമോ, നിങ്ങളാദ്യം ഉടമ്പടി എടുക്കണത് എന്തിനാണ്? യേശുക്രിസ്തുവിനെ നമ്മുടെ പക്ഷത്താക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? യേശുക്രിസ്തുവിനെ എന്തിനാണ് നമ്മൾ പക്ഷത്താക്കണത്? ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് വാഗ്ദാനങ്ങളല്ലേ. അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു, ഞങ്ങൾ യേശു പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ എന്താ എന്നോട് ചോദിക്കണത്, എനിക്ക് വല്ല കുറവുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ എന്താ പറയണത്, നമ്മൾ ഉടമ്പടി എടുക്കണത് എന്തിനാണ്? അതിൻ്റെ ഫസ്റ്റ് ബേസിൽ തന്നെ കുറവെല്ലാം മാറും. എന്താ കാര്യം? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരു ഈക്വൽ പാർട്ട്ണറായിട്ടും ഇക്വലൻ്റ് അതിന് തക്ക ഒരു പങ്കാളിയായിട്ടും നമ്മളെ തന്നെ വിശദീകരിക്കുമല്ലോ. അപ്പോൾ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിനെ പക്ഷത്താക്കുക എന്നുള്ളതാണ്. എങ്ങനെ ക്രിസ്തുവിനെ പക്ഷത്താക്കാൻ കാരണം എന്താണ്? ഈ ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പം സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേം തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കിട്ടിയാൽ നമുക്ക് സകല വാഗ്ദാനങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് എല്ലാം ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ 6 കാര്യങ്ങൾ ഉടമ്പടി പറയണമെങ്കിലും ഒരു 60,000 കാര്യങ്ങളും യേശുക്രിസ്തു അതാണ്. ഇനി നമുക്കെതിരെ വരാൻ പോകുന്ന ശത്രുത പോലും അല്ലെങ്കിൽ പലതരം പൈശാചിക പീഡകൾ പോലും എന്താണ് മനുഷ്യൻ പേടിക്കണ എല്ലാ കാര്യങ്ങളും അതല്ലേ ബൈബിൾ ചോദിക്കുന്നത്. ഈ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താണെങ്കിൽ റോമ 8:31 ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പം നമുക്ക് അവരെതിരാണ് ഇവരെതിരാണ് സാത്താൻ്റെ പ്രവർത്തനമാണ്, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്നല്ല പ്രശ്നം. മറിച്ച് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത നേടിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്താകും.
യേശുക്രിസ്തു സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തു അതേ തന്നെ ആയതുകൊണ്ട് യേശുക്രിസ്തുവിൽ നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പോൾ എന്താ ഇത്രയും പറയാൻ കാര്യം, ആ മനുഷ്യൻ്റെ കയ്യിലൊരു തകിട് കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. ആരോ എന്തോ അദ്ദേഹത്തിന് അതിൻ്റെ പറമ്പിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറമ്പൊന്നും വിറ്റുപോകാത്തതെന്ന് നമ്മൾ ധരിക്കണത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി എന്താ കൊടുക്കണത്? നിങ്ങൾ യേശുക്രിസ്തുവിനെ പക്ഷത്താക്കൂ, എന്നാൽ പിന്നെ ആരും നമുക്ക് എതിർ നിൽക്കുന്നതന്നെയല്ല, എതിർപ്പുണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമായി പോയിക്കോളും. അപ്പോൾ ഉടമ്പടി യേശുക്രിസ്തുവിനെ പക്ഷത്താക്കുന്ന വലിയ പദ്ധതിയാണ്. യേശുക്രിസ്തു പക്ഷത്തായി കഴിയുമ്പോൾ പിന്നെ എന്താണ്? ആരും നമുക്ക് എതിര് നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.